നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട്. അത് നേടിയെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ. ഏതൊരു മനുഷ്യനാണെങ്കിലും മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അറിയണ ഒരു ദിവസം വരും. അതൊരു മനസ്സിലാവും. നമുക്ക് അത്ര ആഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിന് വേണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. കൂടുതൽ ആളുകൾ റിലേഷൻഷിപ്പിനാണ് വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളത് റിസ്വാന്റെ ഇതിലൂടെ അറിയാൻ പറ്റില്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇടുന്ന റീൽസിലും നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോ ഒരു ക്യാഷിനെ പറ്റിയുള്ള ടോപ്പിക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂസും റിലേഷൻഷിപ്പിനെ പറ്റി ഇടുമ്പോൾ കിട്ടുന്ന വ്യൂസും നല്ല വ്യത്യാസമുണ്ട്. ആളുകൾ കൂടുതൽ വേണ്ടത് അതാണ്. ഇപ്പൊ എന്റെ ക്ലാസ്സിലാണ് നടക്കണ്ടെന്ന് പറയുമ്പോൾ അത് അവരുടെ മൈൻഡ് കൊണ്ടാണ് നടക്കുന്നത്. എന്റെ എന്തോ പ്രത്യേകത കൊണ്ടോ ഞാൻ മറ്റേ ആൾ ദൈവമായിട്ടോ അല്ല. അവർക്ക് അത്രയും മൈൻഡ് ഉണ്ട്, അവർക്കത് വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു കാര്യം നടക്കുന്നു. അത്രേ ഉള്ളൂ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എന്റെ കൂടെയുള്ള അതിഥി എന്ന് പറയുന്നത് ഒരു മെന്റലിസ്റ്റ് ആണ്, ഒരു മജീഷ്യൻ ആണ്. ഇനി ഭാവിയിൽ ചിലപ്പോൾ ഒരു പബ്ലിക് സ്പീക്കർ കൂടി ആയേക്കാട്ടോ. സോ ലെറ്റ്സ് വെൽക്കം റിസ്വാൻ. ഹായ് റിസ്വാൻ. ഹലോ. ഓക്കെ, അപ്പൊ ഞാൻ റിസ്വാന്റെ വീഡിയോസ് കാണുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, റിസ്വാൻ പറയുന്ന ഒരു ടോപ്പിക് ആണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും എന്താണ്? അതെന്ന് പറയുമ്പോൾ യൂണിവേഴ്സിന്റെ ലോ ആണ് ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നമുക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട്. അത് നേടിയെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ. വെറുതെ മാനിഫെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ച് അത് നമ്മുടെ ലൈഫിലേക്ക് വരണം എന്നില്ല. അതിന് പ്രോപ്പറായ വേസ് ഉണ്ട്. അതിന് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ലോ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ള. ഓക്കെ, ഈ ഒരു മാനിഫെസ്റ്റേഷൻ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം നമ്മളിലോട്ട് എത്തിച്ചേരാനായിട്ട് ഇപ്പൊ ഞാൻ ചില റീൽസ് റിസ്വാന്റെ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പം 5:5 എന്തോ 555 അങ്ങനെ എന്തോ ഒരു സംഭവമില്ലേ? അതെ, നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് വെച്ചിട്ട് ഇത്ര തവണ നമ്മൾ ഇമ്പോസിഷൻ എഴുതുന്നത് പോലെ എഴുതാണ്. ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇപ്പം 1,00,000 rupees നമ്മൾ വിചാരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളിലോട്ട് എത്തിച്ചേരും എന്നുള്ളത്. സോ അങ്ങനെ ഒരു രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് റിസ്വാൻ എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ സക്സസ് ആയിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ചെയ്തിട്ട് എനിക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതും എന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. അതല്ല ഇപ്പൊ നിങ്ങൾ വെറുതെ ഒരു ഏഞ്ചൽ നമ്പർ എഴുതി വെച്ചു, എനിക്കത് നേടിയെടുക്കണം, എനിക്കത് കിട്ടണം എന്ന് നിങ്ങൾ പറയുന്നത് വഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്കൊരു വലിയ വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ക്യാഷ് വേണം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ എഴുതി ഏഞ്ചൽ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ അയ്യോ എനിക്ക് ഇത്രയുള്ള വീടുള്ളൂ, ഇത്രയും ചെറിയ വീടാണല്ലോ എന്നുള്ള ചിന്ത നമ്മളെ പിന്നോട്ട് വലിക്കും. അത് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടേക്കണ നമ്മുടെ ചിന്തകളും കാര്യങ്ങളെല്ലാം ഇല്ലാണ്ടാക്കി നമ്മളെ പിന്നെയും ബാഡ് ആയ കാര്യങ്ങളിലേക്ക് എത്തിക്കുകയോ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏഞ്ചൽ നമ്പേഴ്സ് ആണെങ്കിലും ഏതൊരു മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ടും വരും. ഓക്കെ, ഇപ്പം പറഞ്ഞു നമ്മളെ പിൻവലിക്കുന്ന ഒരു ഇതുള്ളത് കൊണ്ടാണ് നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി പറ്റാത്തെന്നുള്ളത്. പക്ഷെ ഞാൻ ചില റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്, റിസ്വാന്റെ അല്ലാതെ ചില റീൽസ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ വലത് കൈയിലെ ഇടത് കൈയിന്റെ അവിടെ ഒരു നമ്പർ 4 അക്ക സംഖ്യ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതായിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളത്. പക്ഷേ ആ ഒരു പേജ് ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഭക്തി റിലേറ്റഡ് ആയിട്ടുള്ള പേജസ് ആണ്. സോ അതും ഈ റിസ്വാൻ പറയുന്ന മാനിഫെസ്റ്റേഷനും തമ്മിൽ യാതൊരു എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ബന്ധമില്ല. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു കയ്യിലൊരു കാര്യം എഴുതാൻ പറയുകയുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ മൈൻഡിനെ ഞാൻ ഹാക്ക് ചെയ്യണാണ്. അങ്ങനെ കയ്യിൽ എഴുതുന്നത് വഴി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോണില്ല. നമ്മൾ ചിന്തിക്കുന്നതാണ് കാര്യം. നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്കുകൾ മാത്രമാണ് അത്. ഇപ്പൊ കയ്യിൽ നമ്മൾ എഴുതുമ്പോൾ എനിക്കത് കിട്ടും, അപ്പൊ ഇവൻ പറയുന്നത് ശരിയാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. ആ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യുന്നതാണ്. അത്രേ ഉള്ളൂ അതിന്റെ ഒരു കാര്യം. അല്ലാതെ ഭക്തിയോ കാര്യങ്ങളായിട്ടോ യാതൊരു ബന്ധമില്ല. ഓക്കെ, അതായത് നമ്മുടെ മൈൻഡ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളില്ല. സോ നമ്മുടെ മൈൻഡിനെ ഒരു പവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം മാത്രമാണല്ലോ ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ആണ്. അങ്ങനെ മൈൻഡിനെ പവർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിലേക്ക് വരും. അങ്ങനെ ഞാൻ ഒരുപാട് ഇപ്പൊ ഞാന് ഉദാഹരണമായിട്ട് ഞാൻ എന്നെ തന്നെ പറയാറ്. ഞാൻ ഇന്ന് യൂട്യൂബിൽ പ്ലേ ബട്ടൺ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ 500 അടിക്കാറായിക്കേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തത് എന്റെ മാനിഫെസ്റ്റേഷൻ കൊണ്ടാണ്. ചെറുപ്പം മുതലുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനൊരു തോട്ടിലോട്ട് എത്തിച്ചേരാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് എന്ന് ഒരു തോട്ടിലോട്ട് എത്തിച്ചേരാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താണ്? അത് 10 years മുമ്പ് എനിക്കൊരു സാർ ഉണ്ടായിരുന്നു.
പുള്ളിക്കാരനാണ് എനിക്ക് മാനിഫെസ്റ്റേഷനെ പറ്റി പറഞ്ഞു തന്നതും ഞാൻ കുറെ കാര്യങ്ങൾ അതിന് റിലേറ്റഡ് ആയി പഠിക്കുകയും പിന്നെ അതിനെപ്പറ്റി ഒരുപാട് 10 years മുമ്പ് ഞാൻ പഠിച്ചു. പിന്നീട് ഞാൻ എൻ്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ലൈഫിൽ സക്സസ് ആയി തുടങ്ങി ഓരോ കാര്യങ്ങൾ. അങ്ങനെ ലൈഫിൽ സക്സസ് ആയി തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റുള്ളവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള തോട്ടാണ് എന്നോട് ചെയ്യിപ്പിച്ചത്. ഓക്കെ, അപ്പം പലരും വിശ്വസിക്കില്ല, പലരും ഇതിനെ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് ആയിട്ടും അല്ലെങ്കിൽ ഇത് വേറൊരു ഇതായിട്ടും പറയാറുണ്ട്. ഒരുപാട് നെഗറ്റിവിറ്റീസും ഇതിന് വരാറുണ്ട്. സോ അങ്ങനെ വരുന്നവരോട് എന്താണ് റിസ്വാന് പറയാനുള്ളത്? അല്ല, നെഗറ്റീവായിട്ട് ഇത് വിശ്വസിക്കാത്ത ആൾക്കാര് ഇതിനെപ്പറ്റി അറിയാതെ വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ട് തന്നെ അവരെ വിശ്വസിക്കണം. അല്ലാതെ അവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കണതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവരിത് അറിയണ ഒരു ദിവസം വരും. അതാ ഏതൊരു മനുഷ്യനാണെങ്കിലും മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അറിയണ ഒരു ദിവസം വരും. അന്ന് അവർ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പം നമ്മളെ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിർബന്ധമാണോ? ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ എന്ന കോൺസെപ്റ്റ് നിർബന്ധമാണെന്നല്ല. നമ്മ പോലും അറിയാതെ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുള്ള ഓരോ ബിലീഫുമാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിച്ചേക്കുന്നത്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മ അറിയുന്നില്ല എന്നുള്ളൂ. അതുകൊണ്ട് കാണുന്ന വെച്ചാൽ ആണ്, പക്ഷെ നമ്മ അറിയാതെ മാനിഫെസ്റ്റ് ആവും. നമ്മുടെ ലൈഫിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള മോശം കാര്യമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും അത് നമ്മൾ തന്നെ വരുത്തി വെച്ചേക്കുന്നതാണ്. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാഡ് തോന്നും. നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ബാഡായ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്നുള്ളൊരു തോന്നല്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ മോശമായ കാര്യം വന്നിട്ടുണ്ടെങ്കിലും ഒരു നല്ല കാര്യം വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ചിന്തയിലൂടെ തന്നെ ഉണ്ടായിക്കൊണ്ടാണ്. അതൊന്ന് ബാക്കോട്ട് ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം ഞാൻ വേറൊരു കോൺസെപ്റ്റ് കണ്ടാണ്, നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ അല്ലെ നിങ്ങൾക്ക് ആരെങ്കിലും കാണാൻ തോന്നുന്നുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നടക്കുന്നത്. പക്ഷെ ഓരോരുത്തരും അവരവരുടെ മൈൻഡില് ഓരോ തോട്ട് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. ഇപ്പം എനിക്ക് ഒരാളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റാൾക്ക് എന്നെ കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അല്ല, അതിനൊരു കാര്യമുണ്ട്. ഇപ്പോ അവരാഗ്രഹിക്കുന്ന വ്യക്തി ജെന്യുവിൻ ആണെങ്കിൽ മാത്രമാണ് ഇത് മാനിഫെസ്റ്റ് ആവുള്ളൂ. അല്ലാതെ അവരെത്ര ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു ജെന്യുവിൻ വ്യക്തിയാണ് അവർ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിന്റെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ആവും. ആ ക്രിയേറ്റ് ആവുന്ന അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അത് മര്യാദക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ നോക്കിയപ്പം ഒരുപാട് പേർക്ക് ഈ മാനിഫെസ്റ്റേഷൻ ക്ലാസ് റിസ്വാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ മാനിഫെസ്റ്റേഷൻ ക്ലാസ് എടുത്തു കൊടുത്തതിന്റെ പേരിൽ സക്സസ് പോയിന്റിൽ എത്തിയ ആളുകളുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഓരോ ദിവസവും എന്റെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം സക്സസ് ആയ ആൾക്കാരുടെ ഞാൻ എന്റെ സ്റ്റുഡൻസിനെ തന്നെ കാണിച്ചിട്ടാണ് മറ്റു ആൾക്കാർ എന്റെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും എന്റെ സ്റ്റുഡൻസിൽ ഒരു 90% ആൾക്കാർക്കും റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം മെജീഷ്യനും ആയിരുന്നു മെന്റലിസ്റ്റും ആയിരുന്നു എന്ന് പറയുന്നു. സോ പിന്നെ ഈ മെജീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ കൺകെട്ട് വിദ്യ എന്നാണ് അതിനറിയപ്പെടുന്നത്. സോ ഈ മാനിഫെസ്റ്റേഷനും അതുപോലെ ഒരു കൺകെട്ട് വിദ്യയാണോ? അല്ല, മാജിക് എന്ന് പറഞ്ഞത് ഡിഫറെന്റ് സബ്ജക്റ്റ് അല്ലേ. ഇത് എങ്ങനെയാണ് കൺകെട്ട് വിദ്യ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു മോശം കാര്യം നേടിയെടുക്കാൻ വേണ്ടി അല്ല ആഗ്രഹിക്കുന്നത്. നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ലൈഫിലേക്ക് നേടിയെടുക്കുന്നത് ഒരിക്കലും അതൊരു കൺകെട്ട് വിദ്യ ആവില്ലല്ലോ. ഞാൻ ലൈഫിൽ ഓരോ ആൾക്കാരെയും ലൈഫിൽ വന്നേക്കണ എന്റെ എക്സാമ്പിൾ സഹിതം ഇതാണ് കാര്യങ്ങൾ, ഇതാണ് ഇയാൾക്ക് നടന്നേക്കുന്നത്, ഇതാണ് എന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ എന്റെ സബ്ജക്ട് ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതൊരിക്കലും ഒരു കൺകെട്ട് വിദ്യ ആവില്ല. ഓക്കെ, ഇപ്പം ഞാൻ വിചാരിക്കാം എനിക്ക് ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റണം, എനിക്കൊരു പവർ വരണം എന്നും പറഞ്ഞ് ഞാൻ എത്ര മാനിഫെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് മാനിഫെസ്റ്റേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു നിലപാടാണോ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മുടെ മനസ്സിലും കൂടി ഒരു ബോധ്യം വേണ്ടേ. ഇപ്പോ നിങ്ങള് പറയണ മൈൻഡ് വായിക്കാൻ പറ്റണമെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ അതെനിക്ക് നടക്കുമെന്നുള്ള 100% വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും. കഴിയാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും 100% ചിന്തിക്കില്ല. നമുക്ക് 100% അത് കിട്ടുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെ എലോൺ മസ്കിനെ മാതിരി ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോരെ. നമുക്ക് അത്ര ആഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിന് വേണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ പണ്ട് കാലം പറയുന്ന പോലെ നമ്മള് പിന്നെ മലയോളം ആശിച്ചാൽ മാത്രമേ കുന്നോളം എങ്കിലും നമുക്ക് കിട്ടൂ. അതാണ് മാനിഫെസ്റ്റേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ സൊസൈറ്റി നടക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ? തട്ടിപ്പ് നടക്കാനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അല്ലാത്ത പക്ഷം മീൻസ് ഞാൻ തമിഴിലും ഹിന്ദിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേരും പറഞ്ഞു ഒരുപാട് തട്ടിപ്പുകൾ. അങ്ങനെ മലയാളത്തിൽ ഞാൻ കുറച്ച് ആൾക്കാർ മാത്രമേ മാനിഫെസ്റ്റേഷനെ പറ്റി വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് മാനിഫെസ്റ്റേഷന്റെ വീഡിയോ ഇടുന്നതിൽ അത്യാവശ്യം റീച്ച് ഉള്ളത് എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ ഇതുവരെയായിട്ട് അങ്ങനെ തട്ടിപ്പോ കാര്യങ്ങളോ കണ്ടിട്ടില്ല. അപ്പൊ ഈ നമ്മുടെ സോഡിയാക് സയൻസുമായിട്ട് ഈ മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? സോഡിയാക് സയൻസ് ആയിട്ട് മാനിഫെസ്റ്റേഷന് ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ ജനിച്ചത് ക്യാൻസർ എന്ന് പറയുന്ന സോഡിയാക് സൈനിലാണ്. സോ ആ ഒരു ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് ഇപ്പം നമ്മുടെ ജ്യോതിഷത്തിലൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതും ഈ പറയുന്ന മാനിഫെസ്റ്റേഷനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഞാൻ ഇതുപോലത്തെ റീൽസ് കണ്ടിട്ടുണ്ട്, ഈ മാനിഫെസ്റ്റേഷനെ ഇതുപോലത്തെ കോൺസെപ്റ്റുകളായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റിസ്വാൻഡ് ഇതിലല്ല, വേറെ പല റീലുകളിലും. സോ അങ്ങനെ എന്തെങ്കിലും ബന്ധം ഇതിനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ പല രീതിയിലും പല ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണ രീതി വേറെയാണ്, അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയാണ്. ചില ആൾക്കാർ വളരെ ടോക്സിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ശ്രമിക്കുന്ന പറഞ്ഞാൽ എന്റേതായ രീതിയിൽ ഞാൻ ആൾക്കാരിൽ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ മാനിഫെസ്റ്റേഷൻ പറഞ്ഞു കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് എന്റെ തിയറിയിൽ ഇപ്പൊ പറഞ്ഞ കാര്യമില്ല. ഇപ്പോ നമ്മളിങ്ങനെ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടുവന്ന ഒരു റീലാണ് കുറെ കാലം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്ന ഇവര്. അപ്പൊ ഇങ്ങനെ പ്രാങ്ക് കോള് പോലെ ചെയ്തിട്ട് ഒന്ന് പറയാ, പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇവര് ഭയങ്കര ഫ്രണ്ട്സാ, വേറെ ഒന്നും ഇവര് തമ്മിലില്ല. അപ്പൊ അങ്ങനെ ഈ പുള്ളി ഫോൺ ചെയ്ത് എനിക്ക് നിന്നെ ഇഷ്ടാന്ന് പറഞ്ഞു, പ്രാങ്ക് കോൾ ആണ്. പുള്ളിക്കാരി പറഞ്ഞു ഞാനിത് പറയാൻ വേണ്ടി നിൽക്കും. ഇപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞു. സോ പുള്ളി ഈ പ്രാങ്ക് ചെയ്തവനോട് ഒത്തിരി നന്ദിയുണ്ട്. അവർ ഉള്ളി വിചാരിച്ച സാധനമാണ്, പക്ഷേ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ്. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാല്, ഈ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ആഗ്രഹിച്ച ഒരു പാർട്ണറെ അല്ലെങ്കിൽ കുറെ കാലം സ്നേഹിച്ച് കിട്ടാത്ത ഒരാളെ കിട്ടണം എന്നുള്ളതായിരിക്കും കൂടുതലായിട്ടും ആഗ്രഹം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും സെക്കൻഡറി മണി ഉണ്ടാക്കുക, കാര്യങ്ങൾ ഉണ്ടാക്കുക. ആദ്യം നമ്മുടെ ലൈഫിലൊരു പാർട്ണർ എന്നൊരു കോൺസെപ്റ്റിലാണല്ലോ എത്തുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് മാനിഫെസ്റ്റേഷൻ റിസ്വാൻഡ് അടുത്ത് വന്നിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണ പല വീഡിയോസും റിലേഷൻഷിപ്പിനെ പറ്റി ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് അതിനെ പറ്റി വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു, ഒരു പെൺകുട്ടി അയച്ചത്. എനിക്ക് കുറെ നാളായിട്ട് കല്യാണം ആവുന്നുണ്ടായിരുന്നില്ല, സാറിന്റെ മാനിഫെസ്റ്റേഷൻ ക്ലാസ് കണ്ടു, എന്റെ കല്യാണം ഉറച്ചു എന്നും പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു ഇന്നലെ. ഞാൻ അത് ഇന്നലെ തന്നെ സ്റ്റോറി എടുത്ത് അപ്ലോഡും ചെയ്തായിരുന്നു ആ ഒരു കാര്യം. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് മാറ്റർ ആണെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ക്ലാസ് കണ്ടിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ക്ലാസ് കണ്ട് നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് അവരുടെ മൈൻഡ് കൊണ്ടാണ് നടക്കുന്നത്. എന്റെ എന്തോ പ്രത്യേകത കൊണ്ടോ ഞാൻ മറ്റേ ആൾ ദൈവമായിട്ടോ അല്ല. അവർക്ക് അത്രയും മൈൻഡ് ഉണ്ട്, അവർക്കത് വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു കാര്യം നടക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കൂടുതലായിട്ടും വരുന്നത് റിലേഷൻഷിപ്പ് കാര്യങ്ങൾ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ മണി കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആണ്. എനിക്ക് എങ്ങനെയെങ്കിലും ലൈഫ് സക്സസ് ആവണം എന്നുള്ളത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ മെജോറിറ്റി ഓഫ് ആളുകൾ ഞാൻ ഇങ്ങനെ കാണാറുണ്ട്, മോട്ടിവേഷണൽ സംഭവങ്ങൾ റിസ്വാൻ ഇടുന്നതിന്റെ താഴെ കൂടുതലും ഇങ്ങനത്തതാ വരുന്നത്. എന്റെ പാർട്ണർ എന്നെ ഇട്ടിട്ട് പോയി, എല്ലാം ഞാൻ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും പാർട്ണറെ തിരിച്ചിട്ടത്, അങ്ങനത്തെ വീഡിയോസിനൊക്കെ ഒടുക്കത്തെ വ്യൂവും കമന്റ്സും ആണ്. എല്ലാത്തും നമ്മൾ മാനിഫെസ്റ്റേഷൻ പറയുമ്പോൾ സക്സസ് പോയിന്റിൽ എത്താൻ വേണ്ടി പറയുന്ന ഇതുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ റിലേഷൻഷിപ്പിനാണ് വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളത് റിസ്വാന്റെ ഇതിലൂടെ അറിയാൻ പറ്റില്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഇടുന്ന റീൽസിലും നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പോ ഒരു ക്യാഷിനെ പറ്റിയുള്ള ടോപ്പിക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂസും റിലേഷൻഷിപ്പിനെ പറ്റി ഇടുമ്പോൾ കിട്ടുന്ന വ്യൂസും നല്ല വ്യത്യാസമുണ്ട്. ആളുകൾ കൂടുതൽ വേണ്ടത് അതാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ DM കാണിച്ചു തരാം. 1000 പേര് എന്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് ഞാനിപ്പോ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് ആയിട്ടാണോ കൊടുക്കുന്നത്? ഞാൻ ലൈവായിട്ടും പഠിപ്പിക്കുന്നുണ്ട്, അല്ലാണ്ട് ഓൺലൈൻ ആയിട്ട് റെക്കോർഡ് ക്ലാസ്സും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അമിതമായിട്ട് നമ്മൾ ഈ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വഴിയാണോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സക്സസ് ആയി വരുന്നത്? എന്താണ് അതിന്റെ ഒരു എക്സാക്ട് ഒരു കോൺസെപ്റ്റ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ അമിതമായിട്ടെന്നല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ആ ഒരു അവസരം കിട്ടാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവും. എന്ന് പറയുമ്പോൾ നമുക്ക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുമ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുമ്പോൾ നമ്മൾ എനിക്കത് വേണ്ടാന്ന് വേറെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പോയി. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമുക്ക് സക്സസ് ആവാനും അതുപോലെ തന്നെ ലോ ലെവലിൽ പോവാനും ഒരുപാട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. നമുക്ക് ഏത് വേണമെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാരും ഇന്ന് ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം അതിന് നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ റൂള് വേണം നിർബന്ധമുണ്ടോ? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ മൈൻഡിനെ ഞാൻ ഹാക്ക് ചെയ്യുന്നതാണ്. മീൻസ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാണ്, ഞാൻ പറയണ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറയണേക്കാളും കുറച്ചുകൂടി എളുപ്പം
ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യത്തിൽ തന്നെ അവർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും. ഏഞ്ചൽ നമ്പർ എന്നൊക്കെ പറയുമ്പോൾ അവര് പെട്ടെന്ന് നല്ല രീതിയിൽ അത് പെട്ടെന്ന് അവരുടെ ബ്രെയിൻ അത് എടുക്കും, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. പിന്നെ ഏഞ്ചൽ നമ്പേഴ്സിന് ഒരുപാട് പവറുകൾ ഉണ്ട് എന്ന് മറ്റ് മാനിഫെസ്റ്റേഷന്റെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിനെ കൺസ്യൂം ചെയ്യുന്നത് സയന്റിഫിക് ലെവലാണ്, നമ്മുടെ മൈൻഡിനെ ഹാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ. അപ്പം മാനിഫെസ്റ്റേഷന്റെ ഇത് മാത്രമാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആള്. മാനിഫെസ്റ്റേഷൻ ടോപ്പിക് മാത്രമല്ല, ഒരു മെന്റലിസ്റ്റ് കൂടിയാണ്, ഒരു മെജീഷ്യൻ കൂടിയാണ്. സോ ഈ മാജിക് എന്ന് പറയുമ്പം ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ് ബ്ലാക്ക് ആക്കാനൊക്കെ പറ്റുമോ? ഇല്ല, അങ്ങനെയല്ല. മാജിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അതൊരു ആർട്ട് ഫോം ആണ്. എന്ന് പറയുമ്പോൾ ട്രിക്കുകൾ കൊണ്ട് യൂസ് ചെയ്ത് ചെയ്യണ കാര്യമാണ് മാജിക്. പക്ഷെ മെന്റലിസം നേരെ ഡിഫറെന്റ് ആണ്. അത് നമ്മുടെ മൈൻഡിന്റെ പവർ അനുസരിച്ച് ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ മെന്റലിസത്തിൽ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു സംഭവം വിചാരിക്കുകയാണ്. ഇപ്പൊ ഒരു ബ്ലാങ്ക് കവർ എനിക്ക് റിസ്വാൻ കാണിച്ചിട്ട് എനിക്ക് മനസ്സിലുള്ള ഇഷ്ടമുള്ള സ്വീറ്റ്സോ എന്തെങ്കിലും വിചാരിക്കാൻ വേണ്ടി പറയുന്നു. ഞാൻ അത് വിചാരിച്ച് കഴിഞ്ഞിട്ട് ആ പേപ്പറിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു എക്സാക്ട് വിചാരിച്ച സംഭവം അവിടെ എത്തിക്കാൻ വേണ്ടി പറ്റുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ്നോട്ടിസ് ആണ് അത് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ മൈൻഡിനെ നമ്മൾ വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ വിശ്വസിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? ഇല്ല, സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യണത്. ഞാൻ ഇതുപോലെ മുമ്പ് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂല് ഞാൻ നല്ല പ്രിപ്പയർ ആയിരുന്നു ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ചെയ്യണ സമയത്ത് ആ ഇന്റർവ്യൂ ചെയ്ത ആളെ ഞാൻ വിജയിനെ കാണിച്ചു കൊടുത്തു, മരിച്ചുപോയ ആ പുള്ളിക്കാരിയുടെ അച്ചാച്ചനെ കാണിച്ചു കൊടുത്ു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ ഒരു ഇന്റർവ്യൂവിൽ ചെയ്തായിരുന്നു. അപ്പൊ ആളൊരു ജഗജില്ലിയാണ്. അല്ല, എനിക്ക് അങ്ങനെ ആരും കാണണ്ട. കണ്ടിട്ട് ഇനിയിപ്പോ ഇനി അതിന്റെ ഓരോരോ ഇതിന് പോണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കൂളാട്ടി ഈ വഴിയിൽ അങ്ങ് പോയിക്കോളാം. അപ്പൊ അതൊക്കെ മൈൻഡിന്റെ പവർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മുമ്പ്. എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാത്ത പെപ്സി ക്യാൻ. അപ്പം എന്നോട് പറഞ്ഞു ഡ്രിങ്ക് വിചാരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാന് മറ്റേ സ്ലൈസ് മാംഗോ ആ സാധനം വിചാരിച്ചു. പക്ഷെ ആള് അത് പൊട്ടിച്ച് തുറന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തതും സ്ലൈസ് മാംഗോ പെപ്സിയുടെ ബോട്ടിലാണ്. പക്ഷെ എനിക്ക് കിട്ടിയേക്കുന്ന ഇതാണ്. അപ്പോ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ ഐറ്റം ഇപ്പൊ നമുക്ക് എന്താ പറയാ ചായ ബിയർ ആക്കുന്നു, അങ്ങനെ പല സാധനങ്ങളും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും ഷോക്കായി പോകുന്നുണ്ട്. അപ്പം മൈൻഡ് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കളറും സംഭവം ഒക്കെ ഇതാവുന്നു. പക്ഷെ നമ്മൾ ക്യാമറ നോക്കുമ്പോഴും ആ കളർ ആ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുമ്പോഴും മാജിക് ആണ്. അല്ലാത്ത പക്ഷം വേറെ മെന്റലിസം ഉണ്ട്. ഇപ്പോ മാജിക് തന്നെ മെന്റലിസം പോലെ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വെറൈറ്റി ഐറ്റം ഉണ്ട്. അതില് ഇപ്പോ എന്തായാലും നിങ്ങൾ കണ്ടെന്ന് പറയണത് മാജിക് ആണ്. ഓക്കെ. ഇപ്പോ നമ്മുടെ പ്രേത മൂവിയിൽ തന്നെ ഈ ജയസൂര്യ ഒരു ഇത് കാണിക്കാണ്. ഇവിടെ ജയസൂര്യ വേറൊരാളെ തൊടുമ്പോ ഇന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. സോ അതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അതെങ്ങനെയാണ് പോസിബിൾ ആവണെന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അല്ല, അത് നിങ്ങളുടെ ഒരു ട്രിക്ക് ആയിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ പറ്റി എന്താ റിസ്വാന് പറയാനുള്ളത്? അല്ല, അത് ചെയ്യാൻ പറ്റും. മെന്റലിസം വഴി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു മൈൻഡ് അങ്ങോട്ട് ലിങ്ക് ചെയ്ത് അങ്ങനെ എന്താ ചെയ്യുന്ന പരിപാടിയാണ്? അങ്ങനത്തെ അല്ല, അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അത് വേറെ സീക്രട്ട് ആണ്. അതെ, സീക്രട്ട് ആണ്, സത്യമാണ്. ഓക്കെ. അപ്പൊ മാജിക് എന്തൊക്കെയാണ് റിസ്വാൻ ചെയ്യാറ് പൊതുവെ? അല്ല, ഞാൻ മാജിക്കില് ഒട്ടുമിക്ക ഐറ്റംസ് ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഏകദേശം ഒരു 30ഓളം സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് മാജിക് എന്ന് പറഞ്ഞൊരു മേഖലയില് മാറി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഇതിലേക്ക് എത്തിയത്. എന്താണ് മാജിക് ഉപേക്ഷിക്കാൻ കാരണം? എന്താണ് ഉപേക്ഷിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാനൊരു നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇന്ന് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതാണ്. കാരണം ലൈവ് ക്ലാസ് കൊടുക്കുമ്പോ അതിൽ ആൾക്കാരുടെ നമ്മളോടുള്ള ഇതും നമുക്ക് എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കത് ശരിക്കും ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, പഠിപ്പിക്കാൻ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് കൂടുതലും ലൈവ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ ലൈവ് ക്ലാസ്സിലെ ആൾക്കാരെ എന്ന് പറയുമ്പോ എന്റെ പാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ ഏജുള്ള ആൾക്കാരെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അവരൊക്കെ പഠിച്ച് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോഴൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ശരിക്കും പഠിപ്പിക്കുന്നത്, നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ. ബൈ പ്രൊഫഷൻ എന്താണ്, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ VFX ആർട്ടിസ്റ്റ് ആണ്. VFX ആർട്ടിസ്റ്റ് കൂടിയാണ്. സകല കലാവല്ലഭൻ. ഞാൻ ഇരുന്നേക്കുന്ന ആള് ചില്ലറക്കാരനൊന്നുമല്ല. എല്ലാ കഴിവുകളും ഉണ്ട്. മാജിക് ഉണ്ട്, മാനിഫെസ്റ്റേഷൻ ഉണ്ട്, മെന്റലിസം ഉണ്ട്. ഇപ്പൊ VFX ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ ബാംഗ്ലൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നൊക്കെ? അല്ല, ഞാനിപ്പോ വർക്കാണ്. ഞാനിപ്പോ സ്വന്തമായിട്ട് തന്നെ അതിന്റെ ഇത് കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാണ്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് തന്നെ. സ്വന്തമായിട്ട് എല്ലാം.
ഓക്കെ, അപ്പൊ എന്തായാലും റിസ്വാൻ ലൈഫിൽ സക്സസ് ആവട്ടെ. മാനിഫെസ്റ്റേഷൻ എന്താണെന്നും മാനിഫെസ്റ്റേഷൻ ആളുകൾക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു പ്രചോദനവും നൽകിയതിന് ഒത്തിരി നന്ദി. ഇനിയും സക്സസ് പോയിന്റിൽ എത്തട്ടെ. ഒരുപാട് പിന്നെ സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഉണ്ടാവട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്.